കേരളം ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ പ്രമുഖനാണ് ശ്രീ പി കെ കൃഷ്ണദാസ്. ബി.ജെ.പിയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയായ അദ്ദേഹം ബഹറിൽ വന്നപ്പോൾ ഡെസേർട്ട് സ്കാന് നൽകിയ അഭിമുഖമാണ് ഇനി. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി വെള്ളം ചേർത്തു എന്ന എ കെ ആന്റണിയുടെ പ്രസ്താവന വളരെ വിവാദപരമായൊരു പ്രസ്താവനയാണ്. സത്യത്തിൽ നമ്മുടെ അതിർത്തി കാൽക്കുന്ന പട്ടാളക്കാരോട് മോദി ചെയ്ത ഒരു ക്രൂരതയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് വിലയിരുത്തുന്നത്? ആന്റണിയുടെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണ്. ഏതാണ്ട് 8 വർഷക്കാലം പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്ത എ കെ ആന്റണി ഈ വൺ റാങ്ക് വൺ പെൻഷനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന 500 കോടി രൂപ നീക്കിവെച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി 500 രൂപ നീക്കിവെച്ചു? 500 കോടി രൂപ കൊണ്ട് ആർക്കാണ് വൺ റാങ്ക് വൺ പെൻഷൻ കൊടുക്കാൻ സാധിക്കുക? എത്ര പട്ടാളക്കാർക്ക് കൊടുക്കാൻ സാധിക്കും? ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ സാധിക്കാത്തൊരു പ്രതിരോധ മന്ത്രിയാണ് ശ്രീമാൻ എ കെ ആന്റണി. സത്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട പ്രതിരോധ മന്ത്രിയാണ് ശ്രീമാൻ എ കെ ആന്റണി. അദ്ദേഹം കേവലം കോൺഗ്രസിനെ സംബന്ധിച്ച് വൺ റാങ്ക് വൺ പെൻഷൻ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയത് പ്രാവർത്തികമാകാനല്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില ഗിമ്മിക്സുകളുടെ ഭാഗമായിട്ടായിരുന്നു അവർ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇവ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആത്മാർത്ഥതയോടുകൂടിയാണ്. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലത്തിലേറെ പഴക്കമുള്ള നമ്മുടെ വിമുക്ത ഭടന്മാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ ഗവൺമെൻറ് സാക്ഷാത്കരിച്ചത്. 57 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. 15 മാസക്കാലത്തിനുള്ളിലാണ് നരേന്ദ്രമോദി ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന വിമുക്ത ഭടന്മാരുടെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായുള്ള ആവശ്യം അംഗീകരിച്ചത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചിലതിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമരസമിതി ഈ ഡൽഹിയിൽ ഇതേവരെ ഇതിനു വേണ്ടി സമരം ചെയ്ത സമരസമിതി ഗവൺമെൻറ്റിനോട് കാണിച്ച സഹകരണ മനോഭാവം അതിനെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് മനസ്സിലായില്ല എന്നതിൻ്റെ തെളിവല്ലേ അവർ റിലേ നിരാഹാരം ഇതുവരെ നിർത്താത്തത്? അവർ സമരസമിതി ഔദ്യോഗികമായിട്ട് സമരം നിർത്താൻ തയ്യാറായിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഏതാണ്ട് ഈ 3.5 പതിറ്റാണ്ടിലേറെ കാലമായുള്ളൊരു ആവശ്യമാണ് തത്വത്തിൽ അംഗീകരിച്ചത്. ഏതാണ്ട് 8,000 മുതൽ 10,000 കോടി വരെ രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ ശമ്പളം റിവൈസ് ചെയ്യണം എന്നവർ പറയുന്നു. ഗവൺമെൻറ് പറയുന്നത് 2 കൊല്ലത്തിനിടയ്ക്ക് റിവൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. തർക്കം നിലനിൽക്കുന്നുണ്ട്. അതേസമയം അതുമാത്രമല്ല, ഏകാംഗ കമ്മീഷനെ സംബന്ധിച്ചിട്ട് ഏകാംഗ കമ്മീഷൻ മതി എന്നുള്ളതാണ് ശമ്പളത്തിൻ്റെ ഇവരുടെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠനം നടത്താനും പ്രയാസമുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ പരിഹരിക്കാനും ഏകാംഗ കമ്മീഷൻ നിശ്ചയിക്കാമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഒന്നിലധികം ആളുകളുള്ള കമ്മീഷനാണ് ആവശ്യം എന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. തീൻമൂർത്തി ഭവൻ എന്ന നെഹ്റു മ്യൂസിയം പരിഷ്കരിക്കാൻ 10 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നെഹ്റു മ്യൂസിയം എന്നുള്ളത്. അതിൽ പരിഷ്കരിക്കുന്നതിലൂടെ ഒരു പുതിയ ചരിത്ര രചന നടത്താനുള്ള ശ്രമം ബി.ജെ.പി. നടത്തുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കുമോ വിയോജിക്കുമോ? തീർച്ചയായും ഒരു പുതിയ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടൊരു ചരിത്ര രചന നടത്തണം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ കാഴ്ചപ്പാട്. അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ചരിത്രമാണ്. ഒരു ഭാരതത്തെ എങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ എങ്ങനെ എപ്പോഴും അടക്കി നിർത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചരിത്രരചന നടത്തിയത്. ബ്രിട്ടനാണ് എല്ലാറ്റിനും വലുത്. നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് അവരെന്നും അടിമകളായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ നന്മകളെ മുഴുവൻ നിരാകരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ബ്രിട്ടൻ്റെ ആധിപത്യമുള്ള ഒരു ഗവൺമെൻറ് എക്കാലവും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര രചനയാണ് അവർ നടത്തിയത്. നമ്മുടെ എല്ലാ നന്മകളെയും അവർ നിരാകരിക്കുകയാണ് ചെയ്തത്, തമസ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇതുവരെ നടത്തിയിട്ടൊരു ചരിത്ര രചന അതിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പഴയകാല ഗരിമ
പുതിയ തലമുറക്ക് കൈമാറുന്ന രീതിയിൽ പുതിയ തലമുറയ്ക്ക് അകത്ത് അവബോധം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള യഥാർത്ഥ ചരിത്ര രചന നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു BJP-യുമായി വിയോജിപ്പുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതേ അഭിപ്രായമാണുള്ളത്. ബ്രിട്ടീഷുകാരുടെ ചരിത്രമല്ല നമുക്ക് ആവശ്യം, അവർ നടത്തിയ ചരിത്ര രചനയല്ല നമുക്ക് ആവശ്യം, നമുക്ക് നമ്മുടേതായൊരു ചരിത്ര രചന ആവശ്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് ശേഷം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യും എന്ന് പറയുന്നത് പോലെ അതിൻ്റെ തുടർ ചർച്ചകളും തുടർ പ്രക്രിയകളും എന്തൊക്കെയായിട്ടാണ് ഉണ്ടാകുക ശ്രീ കൃഷ്ണദാസിൻ്റെ അഭിപ്രായത്തിൽ? അപ്പോൾ അതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള വളരെ നല്ല തീരുമാനങ്ങൾ, പുതിയ തീരുമാനങ്ങൾ ഇതിന് ശേഷം വരാൻ പോവുകയാണ്. അപ്പോൾ അത് ആ ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം ഉള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. ആ പ്രഖ്യാപനങ്ങൾ വന്നാൽ നമുക്കറിയാൻ സാധിക്കും നരേന്ദ്രമോദിയുടെ സന്ദർശനം അത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഗൾഫിലെ അല്ലെങ്കിൽ ദുബായിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഗുണകരമാണോ ദോഷമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികം മനസ്സിലാക്കുന്നത് ഒരു 2-3 ആഴ്ചക്കകം ഒരു നല്ല സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഈ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ദുബായ് വിദേശകാര്യമന്ത്രിയും സംയുക്തമായി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത് BJP-യുടെ മാത്രം കുത്തകയാണോ? ഒന്നുമില്ല, മറ്റു പാർട്ടിക്കാർക്ക് അത് തീർച്ചയായും എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി ആരാഘോഷിച്ചാലും യാതൊരു അപാകതയും ഞങ്ങളത് കാണുന്നില്ല. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ, ബാലഗോകുലം 40 വർഷമായിട്ട് നടത്തുന്ന ഒരു ആഘോഷമായത്. വർഷങ്ങളായിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു അമ്പലത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്താറ്. അതേ വഴിയിലൂടെ 40 കൊല്ലത്തിനിടയിൽ ശ്രീകൃഷ്ണനെക്കുറിച്ചോ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ചോ യാതൊരു ചിന്തിക്കാതിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇക്കൊല്ലം വന്നിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. അത് ബാലഗോകുലം നടത്തുന്ന അതേ റൂട്ടിൽ തന്നെ ഞങ്ങൾക്ക് നടത്തണം എന്ന് പറയുമ്പോൾ അത് സതുദ്ദേശത്തോടു കൂടിയല്ല. ഈ ഹിന്ദു സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തെ അലങ്കോലപ്പെടുത്താനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിഗൂഢമായ നീക്കമാണ്, ഹിഡൻ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ? ഒരു കൗതുകത്തിന് വേണ്ടി ഒരു ചോദ്യം. ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ എവിടെയാണ് മത്സരിക്കുക? ഞങ്ങൾ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് ഇപ്പം ആ ചോദ്യം അപ്രസക്ത. BJPക്ക് പങ്കാളിത്തമുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് അത്ഭുതകരമായൊരു മാറ്റമുണ്ടായത് അരുവിപ്പുറം പ്രതിഷ്ഠയോട് കൂടിയിട്ടാണ്. ശ്രീ രാജഗോപാൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുമോ? രാജേട്ടനല്ല, അത് രാജേട്ടൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വോട്ട് ലഭിച്ചത് എന്നുള്ളത് BJPയുടെ വിജയത്തെ ചെറുതായി കാണുക. അതുകൊണ്ട് അരുവിപ്പുറം കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാക്കിയെങ്കിൽ അരുവിക്കര കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.